റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കെ-റെയിലിന് ബദലായുള്ള അതിവേഗ റെയിൽ പദ്ധതി വേഗത്തിലാക്കാൻ UDF സർക്കാർ. തിരുവനന്തപുരം പൂജപ്പുര മുതൽ കണ്ണൂർ വരെയുള്ള അതിവേഗ റെയിൽ പദ്ധതിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത് 60,000 കോടി രൂപയാണ്. 3.5 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ എത്താനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം ഇടുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച പോസിറ്റീവാണെന്ന് ശ്രീധരൻ പ്രതികരിച്ചു. പദ്ധതിയെ എതിർക്കില്ല എന്നാണ് CPM-ന്റെ നിലപാട്. കെ-റെയിലിനെ എതിർത്തതിന് UDF ജനത്തോട് മാപ്പ് പറയണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളോട് ഈ ഗവൺമെന്റ് മാപ്പ് പറയണം. 4-5 വർഷം മുമ്പ് ആരംഭിച്ച് ഫലപ്രദമായിട്ട് കേരളത്തെ ഒരു 50 വർഷക്കാലത്തിന്റെ വളർച്ച ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന കെ-റെയിൽ പരിപാടിയെ ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിച്ച സമരം നടത്തി, പ്രക്ഷോഭം നടത്തി, കല്ലുകൊണ്ട് അതെല്ലാം പ്രതീകാത്മകമായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ആ തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച, ജനങ്ങളെ വഞ്ചിച്ച ഈ പറയുന്ന ഇപ്പോൾ പുതുതായിട്ട് വന്ന ഗവൺമെന്റ് ജനങ്ങളോട് ഈ കാര്യത്തിൽ മാപ്പ് പറയേണ്ടതാണ്. മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താ? ഇങ്ങനൊരു പരിപാടി പോകണ്ടെന്നാണോ അടുത്ത വർഷം ഞങ്ങൾക്ക് മുന്നണി പറയേണ്ടത്? പോകണം തന്നെ ഞങ്ങൾ പറയാം. അത് ആര് നടത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല. റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ അതിവേഗ റെയിൽപാത വേഗത്തിൽ അതിന്റെ നടപടികളിലേക്ക് കടക്കുന്നു എന്നതിന്റെ സൂചനകളാണോ ഇപ്പോൾ ലഭിക്കുന്നത്? ചർച്ചകൾ ഇന്നലെ നടന്നു, അതിന്റെ കാര്യങ്ങൾ വേഗത്തിലാവുകയാണോ? സ്മൃതി, ഇന്നലെ ഒരു 15 മിനിറ്റാണ് ശ്രീധരൻ മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ പ്രിലിമിനറി റിപ്പോർട്ട് ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ ഒരു കോപ്പി കേന്ദ്രമന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനും നൽകിയിട്ടുണ്ട്. ശ്രീധരന് സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ച ഉറപ്പ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ക്യാബിനറ്റ് തീരുമാനം ഉണ്ടാകും എന്നാണ് ശ്രീധരനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിക്കുന്നത്. ശ്രീധരൻ കൊടുത്തിരിക്കുന്ന പ്രിലിമിനറി റിപ്പോർട്ടിൽ 3.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തെ പൂജപ്പുരയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ്. 12 ബോഗികളായിരിക്കും ഉണ്ടാവുക. 800 യാത്രക്കാർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ പറ്റും. 60,000 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് തുകയായി ഇപ്പോൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീധരനെ സംബന്ധിച്ച് തുടർ നീക്കങ്ങൾ നടത്തിക്കൊള്ളാനുള്ള വാക്കാലുള്ള ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചു എന്ന് പറയുന്നു. മുഖ്യ പ്രതിപക്ഷമായ CPIM-ന്റെ കൂടി ഒരു പച്ചക്കൊടി കിട്ടിയ സാഹചര്യത്തിൽ സർക്കാർ നയപരമായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിവേഗ പദ്ധതി നടപ്പിലാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. ശരി.